Hey guys, Assalamualaikum. Welcome to our channel. Today we are with an engagement bridal makeover. Bride-ന്റെ വീട്ടിൽ നമ്മളൊരു 5:15 ആവുമ്പോൾ എത്തിയിട്ടുണ്ട്. Let's meet our bride now. So, എന്താണ് excited ആണോ? അതെ. എന്താണ് അവരോട് പറയാ? What is your name? Nehla. Okay. എന്ത് ടൈപ്പ് മേക്കപ്പ് ആ വേണ്ടത്? Normal ആയിട്ട് കുറച്ച് glow ആയിട്ടുള്ള മേക്കപ്പ്. Being the first step of makeup routine, I started skin prepping. ബ്രൈഡിൻ്റെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് ഫോർ ക്രിയേറ്റിംഗ് എ ഗുഡ് മേക്കപ്പ് ഔട്ട്ലുക്ക്. സോ കോമ്പിനേഷൻ സ്കിന്നാണെന്ന് മനസ്സിലായി സ്കിന്ന് പ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ബട്ട് ഷീ ഹാസ് ടോൾ ദാറ്റ് ഓയിലി ആണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബട്ട് കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് സ്കിന്നാണ് ആൾക്കുള്ളത്. സോ ബ്രൈഡിന് വേണ്ടത് ഒരു സോഫ്റ്റ് ലുക്ക് ആയിട്ടുള്ള ഒരു മേക്കപ്പാണ്. ബ്രൈറ്റ് ആൻഡ് സോഫ്റ്റ് ആയിരിക്കണം എന്നായിരുന്നു പറഞ്ഞത്. ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ് വിത്ത് ടോണർ. ഫെൻഡിൻ്റെ ഫാറ്റ് സോളബിൾ ടോണറാണ്. ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ഓയിലി സ്കിൻ ആൻഡ് കോമ്പിനേഷൻ. സോ ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ഒരു ബ്രൈറ്റ്നസ് ഓൾറെഡി സ്കിൻ പ്രിപ്പിങ്ങിലൂടെ തരാൻ ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ടോണർ ഓവറോൾ ദ ഫേസ് യൂസ് ചെയ്യുക ആൻഡ് ജസ്റ്റ് ഗീവ് എ മസാജ് ഫോർ 2 minutes. സോ സ്കിൻ അത് അബ്സോർബ് ചെയ്ത് തുടങ്ങും. ആൻഡ് ഓൾസോ ടോണർ ഈസ് വെരി ഗുഡ് ഫോർ ക്ലോസിങ് ദ ഓപ്പൺ പോസ്. നമ്മുടെ ബ്രൈഡിന് അങ്ങനെ ഓപ്പൺ പോസ് ഒക്കെ കുറവാണ്. ഐ ഗേവ് എ മസാജ് ടു ഹർ സ്കിൻ ഫോർ 2 minutes. റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലെൻസ് പ്ലേസ്മെൻറ്റ് ചെയ്യാമെന്നാണ്. സോ എക്വാ ലെൻസിൻ്റെ ഹേസൽ ബ്രൗൺ ലെൻസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബ്രൈഡിൻ്റെ സജഷൻ ആയിരുന്നു ബ്രൗൺ ലെൻസ് വേണം, ഭയങ്കരമായിട്ട് എടുത്തറിയാത്ത ടൈപ്പ് ലെൻസ് ആയിരിക്കണം പ്ലേസ് ചെയ്യേണ്ടതെന്ന്. സോ വി ഹാവ് സെലക്റ്റഡ് എ ഹേസൽ ബ്രൗൺ ഷെയ്ഡ് വിച്ച് ഗോസ് വെൽ വിത്ത് ഹർ മേക്കപ്പ് ടു. ലെൻസ് പ്ലേസ് ചെയ്യുമ്പോൾ ഓൾവേസ് മേക്ക് ദ ബ്രൈഡ് റിലാക്സ്. എൻ്റെ ബ്രൈഡിൻ്റെ ഇറ്റ് വാസ് വെരി സ്മോൾ ഐ, സോ ലെൻസ് കീപ്പ് ചെയ്യാൻ കുറച്ച് ഹാർഡായിരുന്നു. ബട്ട് ഇറ്റ് വാസ് ഓക്കെ ആഫ്റ്റർ പ്ലേസിങ് ഇറ്റ്. സോ നമ്മൾ മസാജ് കൊടുക്കുക ലെൻസ് പ്ലേസ് ചെയ്തതിന് ശേഷം. ദെൻ ഹെൽപ്പ് ഫോർ റൊട്ടേറ്റിംഗ് യുവർ ഐ ടു കം ദാറ്റ് ലെൻസ് ഇൻ ടു ദി പൊസിഷൻ. നെക്സ്റ്റ് ഹാസ് എ പാർട്ട് ഓഫ് CTM. നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് മോയ്സ്ചറൈസർ ആണ്. സോ ആഫ്റ്റർ ക്ലെൻസിങ് ആൻഡ് ടോണറിങ് ഐ ഹാവ് ടേക്കൻ പ്ലമ്മിൻ്റെ ഓൾ സ്കിൻ ടൈപ്പ് മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓൾവേസ് റിമെമ്പർ ദാറ്റ് അപ്ലൈ ദ മോയ്സ്ചറൈസർ ഈവൻലി ഇൻ ദി നെക്ക് ആൻഡ് ദി ഫേസ് കണ്ടിന്യൂസ്ലി. നന്നായി ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് കൊടുക്കുക സ്കിന്നിലേക്ക് ഡീപ്പായിട്ട് പോണ രീതിയിൽ. ആക്ച്വലി ഇത് മേക്കപ്പിൻ്റെ ഗ്ലോ എന്ന് പറയുന്നത് തന്നെ CTM പ്രോസസ്സാണ്. നെക്സ്റ്റ് റെനിയെ ബ്രാൻഡിൻ്റെ ബോളിവുഡ് ഫിനിഷിനുള്ള സാറ്റിൻ ഫിനിഷിങ് തരുന്നതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ മോയ്സ്ചറൈസർ ഇറ്റ് കൈൻഡ് ഓഫ് ജെൽ ടൈപ്പ് ആണ്, പക്ഷെ ഭയങ്കര സാറ്റിൻ ഫിനിഷ് തരാൻ പോകുന്നത്. സോ ഐ ലൈക്ക് ദിസ് പ്രോഡക്റ്റ് വെരി മച്ച്. നമ്മളെ ബ്രൈഡിൻ്റെ ഫേസ് ഭയങ്കര സ്മൂത്തായി ആഫ്റ്റർ യൂസിങ് ദിസ് പ്രോഡക്റ്റ്. ആൻഡ് ഓവറോൾ ദി ഫേസിലും നെക്കിലും നമ്മൾ നന്നായി ഡീപ്പായി അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യാം. നെക്സ്റ്റ് ഐ ഹാവ് ടേക്കൻ സ്വിസ് ബ്യൂട്ടീസ് പ്രൈമർ വിത്ത് ഹൈലൈറ്റർ. പ്രൈമർ ആൻഡ് ഹൈലൈറ്റർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഐ സ്റ്റാർട്ടഡ് ബ്ലെൻഡിങ് ഇറ്റ് ഓവർ ദി ഫേസ് വിത്ത് പാംസ്. ആക്ച്വലി നമ്മളെ ഹാൻഡ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മസാജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഐ സ്റ്റാർട്ടഡ് ഫിക്സിങ് ദി ടാപ്സ് ഫോർ ദി ഐ മേക്കപ്പ്. ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിൽ പ്രിപ്പിംഗ് ആയിട്ട് ഒരു ടാപ്പാണ്. ഫോർ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ആൻഡ് ഈസി ഫോർ മീ ടു ഹാൻഡിൽ ദി ഐ മേക്കപ്പ്. സോ വി സ്റ്റാർട്ടഡ് വിത്ത് ഫില്ലിംഗ് ദി ഐബ്രോസ് ആൻഡ് ഡ്രോയിങ് അപ്പ്. നമ്മുടെ ബ്രൈഡിന് ഒരു ബ്രോഡായിട്ടുള്ള ഐബ്രോസ് ആണുള്ളത്. ഷീ വുഡ് ലൈക്ക് ടു സ്റ്റേ ദാറ്റ് ഹാസ് ഇറ്റ് ഈസ്. സോ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഒന്നും കൊണ്ടുവരാണ്ട് ജസ്റ്റ് ഐബ്രോ ഫില്ലിംഗ് ആൻഡ് ഷേപ്പിംഗ് ആണ് ചെയ്യുന്നുള്ളൂ. പാക്കിൻ്റെ ഐബ്രോ പാലറ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. അതിൽ നിന്ന് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് യൂസ് ചെയ്യണത്. നമ്മൾ ബ്രൈഡിന് ബ്രൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് ആയതുകൊണ്ട് തന്നെ ഐബ്രോസൊക്കെ നീറ്റായിട്ടുള്ള രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. ആക്ച്വലി ബ്രൈഡ് എൻ്റെ കസിൻ്റെ നെഫ്യൂ ആണ്. സോ വി നോ ഫോർ ലോങ് ഇയേഴ്സ്. അപ്പോൾ ദാറ്റ് വാസ് സോ എൻ്റർടൈനിങ്. ബ്രൈഡ് ഭയങ്കര ഓപ്പൺ ആയിട്ട് വാട്ട് ഓൾ ഹർ റിക്വയർമെൻറ്റ്സ് എന്ന് നമ്മളോട് പറഞ്ഞു തന്നത് കൊണ്ട് ദ മേക്കപ്പ് സ്റ്റെപ്സ് വാസ് ഗോയിങ് വെരി വെൽ. ആൻഡ് നിങ്ങൾ ജസ്റ്റ് വി ഹാഡ് എ കാഷ്വൽ ടോക്സ് ഇൻ ബിറ്റ്വീൻ ദിസ്. ആൻഡ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദി ബെൽ ഐക്കൺ ഓൾസോ. ആഫ്റ്റർ ദിസ് ഫില്ലിംഗ് നമ്മൾ കൺസീലർ ആണ് യൂസ് ചെയ്യണത്. കൺസീലർ പാലറ്റിൽ നിന്ന് ബ്രൈഡിൻ്റെ ഷെയ്ഡിന് ഒരു ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് ഫോറെവർ 52ൻ്റെ കൺസീലർ പാലറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിന് ഐബ്രോസിനെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് ആഫ്റ്റർ ദാറ്റ് ഐനിങ് കൺസീൽ ചെയ്ത് കൊടുത്ത് ഫോർ ഹാവിങ് എ ബെറ്റർ ഐ ഷാഡോ മേക്കപ്പ് ലുക്ക്. സോ ഒരു നല്ലൊരു ഐ മേക്കപ്പ് ആൻഡ് ഐ ഷാഡോസ് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം കൺസീൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ക്രിയേറ്റ് എ ഗുഡ് ഐ മേക്കപ്പ് ഫോർ യുവർ മേക്കപ്പ് ലുക്ക്.
ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് കഴിഞ്ഞാൽ ബ്രൈഡിനെ റിലാക്സ് ചെയ്യാനുള്ള ടൈം കൊടുക്കുക. ലെറ്റ് ഓൾ ദി പ്രോഡക്ട്സ് സിങ് ഇൻ ടു യുവർ സ്കിന്നിലേക്ക് സിങ് ചെയ്യാനുള്ള ടൈം കൊടുത്തിട്ട് നമ്മൾ റിലാക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ നൗ കൺസീലറിൻ്റെ മേലെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് പൗഡർ ഫ്രം പാക്കിൻ്റെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ആൻഡ് ദാറ്റ് സ്പഞ്ച് വാസ് ഫ്രം ഹയാത്ത്. സോ അത് നല്ലൊരു സ്പഞ്ചാണ്. യു ക്യാൻ യൂസ് ഫോർ യുവർ ഐ മേക്കപ്പ്. ആൻഡ് ആഫ്റ്റർ സെറ്റിംഗ് യുവർ ഐ കൺസീലർ ചെയ്ത് ഐ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഗീവ് ഹർ എ ടൈം ടു സെറ്റ് ദാറ്റ് ഡൗൺ. നമ്മൾ ഇനി ഐ മേക്കപ്പിലേക്ക് പോവുകയാണ്. സോ ഷീ വോണ്ട് എ ബ്രൗൺ ടൈപ്പ് ഓഫ് ഐ മേക്കപ്പ് ഫോർ ദ വിച്ച് യൂത്ത് ഫോർ ഹർ ഡ്രസ്. സോ അതുകൊണ്ട് നമ്മളൊരു ഓറഞ്ച് കളർ സ്റ്റാർട്ടിങ് കൊടുക്കുകയാണ് ചെയ്യണത്. ക്രോസ് ലൈനിന് വേണ്ടിയിട്ട് നമ്മൾ ഓറഞ്ച് കളറാണ് ക്രീസ് ലൈൻ ക്രിയേറ്റ് ചെയ്യണത്. സോ എ ഡാർക്കർ ഷെയ്ഡ് ഓഫ് ക്രീസ് ലൈൻ വി ഹാവ് സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ്. From outside to inside we started blending up. Next Revolutionന്റെ ഐ ഷാഡോ പാലറ്റിൻ്റെ പിഗ്മെന്റഡ് ആയിട്ടുള്ള ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഷെയ്ഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ദി ഐ മേക്കപ്പ്. ആൻഡ് ന്യൂഡ് കളർ മേക്കപ്പിലേക്ക് വേണ്ട എന്നാണ് ബ്രൈഡിൻ്റെ സജഷൻ. സോ നമ്മൾ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളത് തന്നെയാണ് കളേഴ്സ് ചൂസ് ചെയ്ത് ചെയ്യണത്. സോ ഗ്ലിറ്റേഴ്സ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആണ് എന്നുള്ളത്. ബട്ട് ഗ്ലിറ്റേഴ്സ് നമ്മൾ ലാസ്റ്റാണ് അപ്ലൈ ചെയ്യണത്. ഫസ്റ്റ് ലെറ്റ്സ് ഫിനിഷ് ഓൾ ദി ഐ മേക്കപ്പ്. ആൻഡ് ഫോർ ഹൈലൈറ്റർ ഐ ഹാവ് ചൂസൺ Maybelline Chrome ഫിനിഷിൻ്റെ ഹൈലൈറ്റർ ആണ് നമ്മൾ ഐ മേക്കപ്പിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ദിസ് ഈസ് ദ ആഫ്റ്റർ ലുക്ക് ഓഫ് മേക്കപ്പ് വിതൗട്ട് അപ്ലൈയിങ് ഗ്ലിറ്റേഴ്സ് ദാറ്റ് വി വിൽ ബി അപ്ലൈയിങ് ലേറ്റർ ഓൺ. അതിനുശേഷം ഫേസിൽ നമ്മൾ പ്രൈമേഴ്സ് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തു. Maybelline ന്യൂയോർക്കിൻ്റെ പോളേഴ്സ് പ്രൈമറാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ ബിറ്റ്വീൻ കറണ്ടിൻ്റെ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഐ വാസ് നോട്ട് ഏബിൾ ടു ടേക്ക് ദാറ്റ് ഷൂട്ട്സ്. ലേറ്റർ വി സ്റ്റാർട്ടഡ് അപ്ലൈയിങ് ദി ഫൗണ്ടേഷൻ നമ്മൾ റിമ്മലിൻ്റെ ബ്രാൻഡ് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തിട്ടുള്ള റിമ്മൽ ലെൻറ്റിൻ്റെ വിച്ച് ഇസ് 32 hours ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം വി സ്റ്റാർട്ടഡ് കോണ്ടോറിങ് ഹർ ഫേസ്. കുറേയൊന്നും കോണ്ടോർ ചെയ്യാറുണ്ടായിരുന്നില്ല. ജസ്റ്റ് നോസ് ആണ് കോണ്ടോർ ചെയ്ത് കൊടുത്തത്. ആൻഡ് ലിറ്റിൽ അപ് ടു ദി അപ്ലിഫ്റ്റിംഗ് ഹർ ചീക്ക്. നെക്സ്റ്റ് ഹർ ഫേസിന് കോണ്ടോർ ആൻഡ് ബ്ലഷിങ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ഫിക്സിംഗ് സ്പ്രേ യൂസ് ചെയ്യാണ് ചെയ്തത്. ആൻഡ് ഹെയർ പ്രപ്പിങ്ങും ചെയ്ത് ഹെയർ സ്റ്റൈൽ ഇഷ്ടമുള്ളതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത് ബ്രൈഡിന്. ലെറ്റ്സ് സീ ആഫ്റ്റർ മേക്ക് ഓവർ ലുക്ക് എങ്ങനെയെന്ന് നമുക്ക് ബ്രൈഡിൻ്റെ കാണാം. നൗ ഷീ ഹാസ് സെലക്റ്റഡ് വെരി ക്ലാസിക് അറ്റയർ കളറാണ്. സോ ദിസ് ഇസ് ദ ലുക്ക് വിച്ച് ഐ ഹാവ് ക്രിയേറ്റഡ് ഫോർ ഹർ. ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഫോർ മോർ വീഡിയോസ്.